ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും സ്നേഹനിധിയായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഈ അൾത്താരയിൽ എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ വിശ്വാസത്തോടെയുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് പരമേശ്വരൻ. ഇതെൻ്റെ ജീവിത പങ്കാളി ശ്യാമള. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് പത്രം വായിച്ച് ഉള്ള അറിവാണ് എനിക്ക് ആദ്യമായിട്ടുണ്ടായത്. ഒരു സഹോദരി എൻ്റെ കയ്യിൽ ഒരു പത്രം കൊണ്ട് തന്നു. ഞാനത് കിട്ടിയ ഉടനെ തന്നെ അതിൻ്റെ ആദ്യ പേജുകൾ വായിച്ചപ്പോൾ തന്നെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, 2-3 ലക്ഷം രൂപ മുടക്കി ഒരു കിണർ കുത്തിയിട്ട് ആ കിണറിൽ വെള്ളമില്ലായിരുന്നു. ഒരു സഹോദരി ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വെള്ളമില്ലാതിരുന്ന കിണറ്റിലേക്ക് ഒരു നുള്ളുപ്പ് വാരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കിണറ്റിലേക്ക് ഇട്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഭയങ്കരമായ ഒരു സൗണ്ട് ആ കിണറിനുള്ളിൽ ഉണ്ടാവുകയും വെള്ളം പെട്ടെന്ന് തന്നെ ക്രമാതീതമായിട്ട് പൊങ്ങി വന്ന ഒരു സാക്ഷ്യം പത്രത്തിലൂടെ ഞാൻ വായിച്ചു. ഒരിക്കലും എൻ്റെ ബുദ്ധിക്ക് നിരക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് ഞാൻ ആദ്യമേ മനസ്സിലാക്കിയത്. എന്നാൽ തുടർന്നുള്ള സാക്ഷ്യങ്ങൾ വായിച്ചപ്പോൾ അത്ഭുതകരമായിട്ടുള്ള രോഗശാന്തികൾ, ക്യാൻസർ രോഗി സൗഖ്യപ്പെട്ടതും, അതുപോലെ തന്നെ ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക് ചെവി കേൾക്കാൻ സാധിച്ചതും, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ നൽകിയതുമെല്ലാം വായിച്ചപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് കൃപാസനത്തിൽ വരണം, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളരെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഈ 2024 ഓഗസ്റ്റ് മാസം 27-ാം തീയതി എനിക്കൊരു മേജർ അറ്റാക്ക് വന്ന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ICUവിൽ അഡ്മിറ്റായി. വളരെ സങ്കീർണമായൊരു സമയമായിരുന്നു. അഡ്മിറ്റായി ഒരു 4 ദിവസം കഴിഞ്ഞ് എന്നെ ICUവിൽ നിന്ന് പുറത്തിറക്കി. അതിനുശേഷം വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടതുവശത്ത് താഴെയായിട്ടൊരു വേദന ആരംഭിച്ചു, യൂറിൻ ബ്ലാഡറിൻ്റെ സമീപത്തായിട്ട്. ആ വേദനയുമായിട്ട് മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അവർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പിത്തസഞ്ചിയുടെ അകത്തൊരു വലിയ മുഴ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മുഴ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ ഈ മുഴ റിമൂവ് ചെയ്ത് കളയണം. ഇത് അകത്തിരുന്ന് തനിയെ പൊട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അപകടമാണ്, ആ ജീവന് തന്നെ ഭീഷണിയായിട്ട് വരും. അതുകൊണ്ട് പരമാവധി ഒരു 10 ദിവസം നമ്മൾക്ക് മരുന്ന് കൊണ്ട് മാറുമോ ഇല്ലെന്ന് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ വിട്ടയച്ചു. 10 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഞാൻ മാതാവിനോടും അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്ക് കൃപാസനത്തിൽ പോകാനുള്ളൊരാഗ്രഹമുണ്ട്. എനിക്ക് പോകാനുള്ള എൻ്റെ വഴികളെ, തടസ്സങ്ങളെ മാറ്റിത്തന്ന് എനിക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാൻ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു. എൻ്റെ ജീവിത പങ്കാളിയോടും എൻ്റെ സ്നേഹിതനോട് ബേബിയോടും ഒപ്പം ഞങ്ങൾ 2024 ഡിസംബർ 1-ാം തീയതി ഇവിടെ വന്ന് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന്, എനിക്ക് 74 വയസ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ലെന്ന് കൗണ്ടറിൽ നിന്ന് അറിയിപ്പ് കിട്ടി. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തു. ജീവിത പങ്കാളിയുടെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം മാതാവിൻ്റെയും ഈശോയുടെ അടുത്ത് വന്ന് കണ്ണുനീരോടുകൂടി എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ കുറവുകൾ എല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം വെഞ്ചരിച്ച വസ്തുക്കളുമായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി അവർ പറഞ്ഞ 10-ാം തീയതി ഞങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ ചെന്നു. ഈ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ഒരു സ്കാനിങ് കൂടി ചെയ്യണം, മരുന്ന് കഴിച്ചതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി. വീണ്ടും മരുന്ന് കഴിഞ്ഞപ്പോൾ റിസൾട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മുഴ അവിടെ കാണാനില്ല. ഈ പിത്തസഞ്ചിയിൽ ഉണ്ടായിരുന്ന മുഴ അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. എന്നെ ചികിത്സിക്കുന്ന ഒരു വിദഗ്ധനായ പ്രൊഫസർ ഡോക്ടർ ഹൈന്ദവനായിരുന്നു. അദ്ദേഹം ഷീറ്റും വയറും ഈ സ്കാനിങ്ങും എല്ലാം വിദഗ്ധമായിട്ട് പരിശോധിച്ചതിന് ശേഷം നിങ്ങളെന്തായി പറയണത്,
ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആലപ്പുഴയിലുള്ള കൃപാസനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടായിരുന്നു, അല്ലാതെ ഞാൻ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ കാര്യത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. അദ്ദേഹം വളരെ നേരെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇത് വൈദ്യശാസ്ത്രത്തിന് നേരെയുള്ളൊരു വെളിച്ചൂണ്ടാണ്. നിങ്ങളുടെ ഈ റിസൾട്ട് വൈദ്യശാസ്ത്രത്തിന് നേരെയുള്ളൊരു വെളിച്ചൂണ്ടായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. എനിക്കിത് ശരിയോ തെറ്റോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ റിസൾട്ട് സ്കാൻ ചെയ്ത് റിസൾട്ട് പരിശോധിച്ചാൽ എൻ്റെ വയറ്റിൽ മുഴയില്ല. കാരണം എൻ്റെ ഈശോയും മാതാവും എനിക്ക് വേണ്ടി അവിടുന്ന് സൗഖ്യം അയച്ചു. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ തിരുരക്തം, ഈശോയുടെ തിരുമുറിവുകൾ, ആ വിലയാണ് എന്നെ സൗഖ്യപ്പെടുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഐസിയിൽ കിടന്നപ്പോൾ, ഈശോയെ എൻ്റെ പാപിയായ എന്നെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ പാപിമംഗലമായ രക്തത്തിലേക്ക് ഈശോയുടെ ജീവരക്തം, വിശുദ്ധ രക്തം ഒരു തുള്ളി ചേർത്ത് എന്നെ വിശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തണമെന്ന്. ഈശോ ആ പ്രാർത്ഥന കേട്ടു. അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. അതാണ് എനിക്ക് കൃപാസനത്തിൽ വന്നപ്പോൾ സംഭവിച്ചത്. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പുത്രനോട് പ്രാർത്ഥിച്ചു, എന്നെ സുഖപ്പെടുത്തി. ഞാൻ അതിനുശേഷം പള്ളിയിൽ പോയി ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ച ഞങ്ങൾ ഉണ്ണീശോയുടെ ദേവാലയമാണ്. വെള്ളിയാഴ്ച നൊവേനയിലും കുർബാനയിലെല്ലാം സംബന്ധിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും എന്നെ സുഖപ്പെടുത്തിയ കർത്താവിന് മറ്റുള്ളവരെയും സുഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു ആഴമായ വിശ്വാസം എനിക്ക് ദൈവം തന്നു. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 10-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വളരെ പ്രത്യാശയുടെ ഒരു വചനമാണ്. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ജീവനുള്ളതായി തീരുകയാണ്. കാരണം ഏത് പ്രതിസന്ധിയിലും, ഏത് രോഗാവസ്ഥയിലും, ഏത് പ്രതികൂല സാഹചര്യം, ഈശോയുടെ വാഗ്ദാനം ഞാൻ സന്തോഷത്തോടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സന്തോഷത്തോടെ ഞാനൊരു നിധിയായി കൊണ്ടു നടക്കുകയാണ്. നീ ഒരിക്കലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വലത് കരം നീട്ടി നിന്നെ അനുഗ്രഹിക്കും, നിന്നെ സംരക്ഷിക്കും. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ വലിയൊരു വാഗ്ദാനം, എത്രയോ സന്തോഷകരമായൊരു വാഗ്ദാനമാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് മാമോദീസ സ്വീകരിക്കാത്തതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല. എങ്കിലും എല്ലാവരും വിശുദ്ധ കുർബാന എൻ്റെ സമീപത്തുള്ളവർ സ്വീകരിക്കുമ്പോൾ ഞാൻ കണ്ണുനീരോട് കൂടിയാണ് പള്ളിയുടെ അകത്തിരിക്കുന്നത്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ദിസ് ഈസ് മൈ ബോഡി. ഈ ജീവൻ്റെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ വലിയ നിധിയായി സൂക്ഷിക്കുകയാണ്. ഒരിക്കൽ എനിക്ക് എൻ്റെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കാനുള്ള കൃപ, ഭാഗ്യം ദൈവം എനിക്ക് തരും എന്നുള്ളൊരു വലിയ പ്രത്യാശയിൽ ഞാൻ ജീവിക്കുകയാണ്. നിങ്ങളെൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നു. ഈശോയുടെ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ഈശോ വസിക്കുന്നു. ആ വ്യക്തി ഈശോയിൽ വസിക്കുന്നു. എത്രയോ സന്തോഷമാണ്. ഈശോ വസിക്കുന്ന ഒരു വ്യക്തി കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം എന്തായിരിക്കണമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈശോയുടെ അതേ ഹൃദയവും ചിന്തയും സ്വഭാവവും പ്രാർത്ഥനയും സ്നേഹവും കാരുണ്യവും ഈ വ്യക്തികളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഈ ജീവൻ്റെ വചനമാണ് നമ്മൾക്ക് ഈ ബോധ്യം തരുന്നത്. അങ്ങനെ ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായന എനിക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ സമയമെടുത്ത് പുതിയ നിയമവും പഴയ നിയമവും, ഇപ്പോൾ ഞാൻ വെളിപാട് പുസ്തകം, അവസാനത്തെ പുസ്തകം വായിച്ച് ഇന്നാണ് തീർന്നത്. അങ്ങനെ നന്നായിട്ട് ബൈബിൾ വായിക്കാനും ബൈബിളിനെ കുറിച്ച്
പരിശുദ്ധാത്മാവിനോട് ഞാൻ എൻ്റെ സംശയങ്ങൾ ചോദിക്കുന്നത്. എൻ്റെ ദൈവമായ പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ജ്ഞാനം എനിക്ക് ഗ്രഹിക്കുവാൻ കൃപ നൽകണമേ. ദൈവരാജ്യത്തിൻ്റെ ദൈവരഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ ജപമാലയും മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. ബൈബിൾ വായനയും മുടങ്ങാതെ എല്ലാ ദിവസങ്ങളിലും വായിക്കുന്നുണ്ട്. എനിക്ക് കൂടുതൽ വചനം പഠിക്കുവാനും കർത്താവിൻ്റെ ദിവ്യരഹസ്യങ്ങളെ കൂടുതൽ അറിയുവാനും പരിശുദ്ധാത്മാവായ ദൈവം എന്നെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയും ദൈവമാതാവും എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു നന്ദി പറയുന്നു. അച്ഛൻ്റെ ടോക്ക് ഞാൻ ടി വിയിലും അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലുള്ള യൂട്യൂബിലുള്ള ഇതിലെല്ലാം ഞാൻ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ ക്ലാസ്സുകളെല്ലാം വളരെ വിലയേറിയ ക്ലാസ്സുകളാണ്. വിശ്വാസത്തിൽ വളരുവാനും നമുക്ക് പ്രാർത്ഥനയിൽ സ്ഥിരപ്പെടുവാനുള്ള ഒത്തിരി ടോക്കുകൾ അച്ഛൻ നൽകാറുണ്ട്. അതെല്ലാം സന്തോഷത്തോടും വിശ്വാസത്തോടെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളോടൊപ്പം എനിക്കും കൃപാസനത്തിൽ വന്ന് ഈ ദൈവാനുഭവം നേടുവാനും പങ്കുവയ്ക്കുവാനും സാധിച്ചതിൽ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഈ അൾത്താരയിൽ എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം വിളിച്ച് നിർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വചനമാണ്. ഈശോയുടെ ചോദ്യം നമ്മുടെ പ്രശ്നത്തിൻ്റെ വലിപ്പത്തിലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥാനം എന്നതാണ് നോക്കുന്നത്. വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. വിശ്വാസം നമ്മിൽ ദൈവശക്തിക്ക് പ്രവർത്തിക്കാനുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മയും നമ്മളോട് ഇതുതന്നെയാണ് പറയുന്നത്. ഉടമ്പടി നമ്മെ ഓരോരുത്തരെ ക്ഷണിക്കുന്നതും അസാധ്യമായെന്ന് തോന്നുന്നത് സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാനാണ്. ഒരുപക്ഷേ രോഗങ്ങളായിരിക്കാം, പരിമിതികളായിരിക്കാം, മനുഷ്യപരമായി അസാധ്യമായി തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തിൽ ശക്തിപ്പെടാമെന്നാണ് ഓരോ ഉടമ്പടി മക്കളോടും ഈശോയും അമ്മയും പറയുന്നത്. കൃപാസനത്തിലെ ഓരോ സാക്ഷ്യങ്ങൾ, ഓരോ സൗഖ്യങ്ങൾ, മാനസാന്തരങ്ങൾ, ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ, ഇവയെല്ലാം വിശ്വാസത്തിൻ്റെ ഫലങ്ങളാണ്. വിശ്വാസത്തിൻ്റെ ഒരു വലിയ ദൈവിക സാക്ഷ്യമാണ് വി.കെ. പരമേശ്വർ എന്ന സഹോദരൻ നമ്മളോട് ഷെയർ ചെയ്തത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും കിട്ടുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ഈ മകന്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുമെന്ന് യാക്കോബ് 5:15 പറഞ്ഞതുപോലെ തന്നെ ഈ മകൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. ഒരു കാര്യം പറഞ്ഞു, കുർബാന സ്വീകരിക്കുവാൻ വളരെ ആഗ്രഹമുണ്ട്. എല്ലാവരും കുർബാന സ്വീകരിക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമാണ്. നമ്മൾ ഓരോരുത്തരും എന്നും കുർബാന സ്വീകരിക്കുന്നതാണ്. എത്ര നല്ല പ്രിവിലേജാണ് നമുക്കുള്ളത്. പക്ഷേങ്കിൽ ഈ സഹോദരൻ്റെ ആ ഹൃദയാഭിലാഷം, ദൈവത്തെ സ്വീകരിക്കണം, ഈശോയെ എൻ്റെ മനസ്സിൽ സ്വീകരിക്കണം, മറ്റുള്ളവർ സ്വീകരിക്കുമ്പോൾ ഈശോ അമ്മയെ മനസ്സിൽ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഈശോ അവരിൽ വസിക്കും, അവർക്ക് ഈശോയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ്. ആ വ്യക്തിയിൽ ഈശോ വസിക്കുകയും ആ വ്യക്തിയിൽ കൂടെ ഈശോയെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവിന് കഴിയുമോ എന്ന് ചോദ്യം വരുമ്പോഴൊക്കെ വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. അസാധ്യമായതൊന്നുമില്ല ദൈവത്തിന്. പരിശുദ്ധ അമ്മയാണ് നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം നീ സഹായിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാവുന്നത്. വി.കെ. പരമേശ്വരനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.